ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നന്ദോസിൻ്റെ പിറന്നാൾ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നന്ന രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ 10 മണിക്ക് ശേഷമൊക്കെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ മിന്നു അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നാദൊട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അനിയനാണ് ഓരെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അനിയന് നല്ല പനിയാണ്. അപ്പോൾ ഓന് ഇവിടെ നിൽക്കാനൊരു മൂടുമില്ല. അപ്പോൾ ഓലെ ആക്കിയിട്ട് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും വീട്ടിലുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് കടയൊക്കെ ലീവാക്കിയിട്ട് നമ്മളെ നാന്തുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളതാണ്. പിന്നെ നാദോനെയും തന്നെ രാവിലെ തൊട്ടൊന്ന് കാണാനൊരാഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരോട് രാവിലെ വരാൻ പറഞ്ഞു. പിന്നെ ഇതാ ഇത് നമ്മളൊരു സബ്സ്ക്രൈബറാണ് ഷീബ ചേച്ചി ഒറ്റയ്ക്കാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കുറേ ആയി നമ്മളെ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നത്. അപ്പോൾ കടയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഏട്ടനും വരലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഇപ്പോൾ അത് നമ്മളൊരു സബ്സ്ക്രൈബർ അല്ല, സ്വന്തം ചേച്ചിയെ പോലെയാണ്. എന്താ പറയുക, എന്ത് കാര്യങ്ങൾ തുറന്ന് പറയാനും എന്താവശ്യപ്പെടാനും നമുക്ക് കൊണ്ടുവന്ന് തരാനും എന്ത് കാര്യത്തിനും മുന്നിലാണ് കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ട് ചക്ക കഴിച്ചത് വരെ ഷീബ ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ടാണ്. ചക്കയായാലും മാങ്ങയായാലും എന്ത് സാധനം എനിക്ക് തരാതെ അതിൽ പോകില്ല കേട്ടോ. ഓലെ വീട്ടിലേക്ക് പോവുക, സ്വന്തം വീട്ടിലേക്ക് പോവുക നമ്മളെ പായസക്കടേൻ്റെ അതിലെയാണ്. അങ്ങനെയാണ് ചേച്ചി വരാൻ തുടങ്ങിയത് കേട്ടോ. ഫസ്റ്റിൽ നമ്മളെ കടയ്ക്ക് വന്നതൊന്നും ഇപ്പോഴും ഞാൻ മറക്കണില്ല. എന്തൊരു സ്നേഹത്തോടു കൂടി ആൾ വന്നതറിയോ. അതുപോലെ തന്നെയാണ് അന്നും ഇന്നും ഒരേപോലെയാണ്. അപ്പോൾ ചേച്ചി ഏതായാലും ഇവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു കേട്ടോ. പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു കടയിൽ. പിന്നെ അച്ഛനെയൊക്കെ പുറത്തുനിന്ന് കണ്ടാൽ പെട്ടെന്ന് അറിയുമല്ലോ ആരാന്നുള്ളത്. നമ്മളെ വീഡിയോ കാണുകൊണ്ട് പെട്ടെന്ന് അറിയുമല്ലോ. അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. കുറേ ആയിട്ട് വീട് കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാണ് ആ ഒരു അവസരം വന്നെത്തിയത്. അപ്പോൾ എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഷീബ ചേച്ചിക്ക് സമയം ഉണ്ടാവില്ല, ഷീബ ചേച്ചിക്ക് സമയം ഉണ്ടാകുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല അറിഞ്ഞില്ലേ. ഓരോ തിരക്കുകളാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് അതിലേറെ സന്തോഷം നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരിക എന്ന് പറയുമ്പോഴേ ഒരിക്കലും ഇവരാരും കണ്ടിട്ടില്ലല്ലോ. ഞാനിപ്പോൾ ഈ എന്താ പറയുക കടയ്ക്ക് വരാൻ തുടങ്ങിയോടത്ത് ഇങ്ങോട്ട് കാണാൻ തുടങ്ങി. ഇവരിപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണണം. അപ്പോൾ നാദുട്ടീനെയൊക്കെ കാണണമെന്ന് കുറേ ആയി പറയുന്നത്. അങ്ങനെ ഏതായാലും നന്ദുവിൻ്റെ പിറന്നാളിനെ അങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ. ഇന്നിങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷിബു ചേച്ചി വന്ന് കയറി നാദുട്ടിക്ക് ഒരു സമ്മാനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നാദുട്ടി കയ്യിൽ നിന്നിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആള്. അപ്പോൾ നമ്മളെ നാന്തുട്ടീൻ്റെ അവിടെ തന്നെ കിടക്കണേ. അപ്പോൾ നാദുട്ടീനെ കളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ശിവചേച്ചീനെ കണ്ടപ്പോൾ ഇങ്ങനെ വിട്ട് കിടക്കുകയാണ്. അപ്പോൾ നാദുട്ടിയാണെങ്കിൽ ഫോണിക്ക് നോക്കിയിട്ട് വായം കൊണ്ടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് വർത്താനം പറയണമെന്നോ എന്തൊക്കെയോ ഒരു തോന്നലുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും അനിയം ഓരവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ മിന്നു ഷീബ ചേച്ചിയും കുറച്ചു നേരം സംസാരിച്ചു കേട്ടോ. അവൾ ആദ്യമായിട്ട് കാണല്ലേ. പിന്നെ അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതാ അകത്തേക്കാണ് നേരെ പോയിരുന്നത്. പിന്നെ അതാ തിരിച്ച് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അനുമോളൊന്നും ശിവചേച്ചി കണ്ടിട്ടില്ല കേട്ടോ നേരിട്ട്. ഇനി ഏട്ടനി മാത്രമേ ഉള്ളൂ നേരിട്ട് പരിചയമുള്ളത്. ബാക്കിയുള്ളവരൊക്കെ വീഡിയോയിൽ കൂടെ മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ അതാ പോയിട്ട് അമ്മമാരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അമ്മ അതാക്കണ്ട ഇവിടെ മീൻ നന്നാക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ നന്ദുവിൻ്റെ പിറന്നാളായിട്ട് നമ്മൾ വൈകുന്നേരമാണ് ശരിക്കും ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് എല്ലാവർക്കും തിരിച്ചു പോകലൊക്കെ ഒരു പണിയാവില്ല വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പകലാക്കി മാറ്റിയതാണ്. അങ്ങനെ ഇതാ ഷീബ ചേച്ചി വന്നപ്പോൾ നന്ദുവിന് ഇതാക്കുന്ന ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിറച്ച് ലഡു ആയിരുന്നു. ഓനും സന്തോഷമായി. ശിവചേച്ചിയും ഏട്ടനും കൂടിയും വരുന്ന ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഏട്ടന് വർക്ക് ഉണ്ടാവുകൊണ്ട് ശിവചേച്ചി ഒറ്റയ്ക്ക് വന്നതാണ്. ഇവർ വഴിക്കടവ് ആ ഭാഗത്താണ് കേട്ടോ. മുണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്താണ് താമസമുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ശിവചേച്ചി കുറേ അങ്ങോട്ട് ക്ഷണിക്കുന്നു കേട്ടോ. എന്തായാലും ഒരു ദിവസം പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ എടുത്ത് കൂട്ടുകാർക്ക് കാണിച്ചു തരും കേട്ടോ. പിന്നെ അതാ മിന്നു വേഗം ലഡു ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു തമ്മിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദുവിന് കൊടുത്തപ്പോൾ താക്കണ് ആള് വേണം വേണ്ട അങ്ങനെ ഒരു കാട്ടലാണ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു തമാശയ്ക്ക് അങ്ങനെ കാട്ടിയതാണ് കേട്ടോ. വലിയൊരു കഷ്ണം എടുത്തിട്ട് വയലൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഷീബ ചേച്ചി നാദുട്ടീനെ എടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. നാദുട്ടീനെ കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല. നാദുട്ടിയാണെങ്കിൽ ഇതെല്ലാം കൂടി കണ്ടിട്ട് ഓക്ക് കിട്ടണില്ലല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. പിന്നെ അതാ ശിവചേച്ചി വന്നപ്പോൾ ഇതാക്കണേ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു സാധനമല്ല കേട്ടോ. ഇങ്ങനെ
മാങ്ങ കഴിക്കുക എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാതെ അതും തന്നെ ശിവ ചേച്ചി ഒരു ദിവസം ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുമ്പോൾ എനിക്ക് അവിടെ തന്നു പോയിട്ടോ. കുറച്ച് അധികം മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കൂടി തരണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഒരു വല്ലാത്തൊരു സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ചക്കര മാമ്പഴമാണ് കേട്ടത്. ശർക്കരയിൽ മാമ്പഴം ഇട്ടിട്ട് വരട്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എത്ര കാലം ഇരുന്നാലും ഇതുപോലെ ഉണ്ടാവും. നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കിത് കറി വെക്കാനോ ഇല്ലെങ്കിൽ മഴ സമയത്തൊക്കെ വെറുതെ ഇരുന്ന് കഴിക്കാനോ ഒക്കെ നല്ലതാണ്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നാതുട്ടിക്ക് കൊടുന്ന ഡ്രസ്സാണ് കേട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പെൺകുട്ടികളുടെ ഡ്രസ്സ് പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. പിന്നെ ഇതാ വന്നേക്ക് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണലും ഇരിക്കലൊക്കെ ആയിരുന്നു. പിന്നെ ശിവചേച്ചിക്ക് ചായ കൊടുത്തു കേട്ടോ. ചായയും ബേക്കറിയും കൂടിയാണ് കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിന്ന് വൈകുന്നേരമാണ് ആക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ പകല് നമുക്ക് ചോറും കറിയും മീൻ വറുത്തതും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ പറയുക, അത് വിചാരിച്ചിട്ട് തലേന്ന് മീനൊക്കെ വാങ്ങി വെച്ചതുമാണ്. പിന്നെയാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം ആക്കണ്ട, പകലാക്കുമ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് കുറച്ച് നേരത്തെ കിടക്കുകയൊക്കെ ചെയ്യാലോ. ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പരിപാടി വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും എന്നത്തെയും പോലെ ഒരു സമയമാവും എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത്, പകലാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ചോറൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഇതാ നമ്മളെ നാതുട്ടിക്ക് ആ മിടിയും ടോപ്പൊന്ന് ഇട്ട് കൊടുത്തോള്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, പാകമാണ് ആൾക്ക്. അപ്പം ഞാൻ അവളോട് പറയുമായിരുന്നു കേട്ടോ, ഇതിങ്ങി ഇപ്പം തന്നെ ഇട്ട് കൊടുത്തോണ്ട് എടുത്ത് വെക്കരുതേ എന്നുള്ളത്. ഇപ്പം കറക്റ്റാണ് ആൾക്ക് എന്ന്. കളറും തന്നെ നല്ലോണം ചേർച്ചയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നാതുട്ടിക്ക് പിന്നെ ഡ്രസ്സിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. ആര് വരുമ്പോഴും ഇതാണല്ലോ പരിപാടി. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ ഇട്ട സ്ഥിതിക്ക് മാമയ്ക്കൊന്ന് കാട്ടിക്കൊടുക്കട്ടെ പറഞ്ഞിട്ട് ഉമ്മർത്തിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ മാവേട്ടനോട് നല്ല ചിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളോടൊക്കെ ചിരി കുറച്ച് കുറവായിരുന്നു. ആളെങ്ങനെയെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ആവണ സമയത്ത് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കളിയും ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല അവിടേക്ക് ആരെങ്കിലും ചെല്ലി അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്ങാനും വരികയാണെങ്കിൽ ആൾ ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. സൈലൻ്റ് വെച്ചാൽ നല്ല സൈലൻ്റാണ്. കളിക്കുകയാണെങ്കിലും സൗണ്ടൊന്നും ഉണ്ടാക്കാതെ കയ്യും കാലും ഇട്ടടിച്ച് അങ്ങനെ കളിക്കും. നേരെ മറിച്ച് നമ്മൾ പോന്നിട്ട് നമ്മൾ ആരും ഇല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒക്കെ അങ്ങനൊരു സ്വഭാവമുള്ള ആളാണ്. അതുപോലെ ആൾക്കൂട്ടത്തേക്ക് പോയാലും ആൾ ചിരിക്കൊന്നുമില്ല, മുഖത്തിന് നല്ലൊരു കനഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ ഓരോ സമയത്ത് ഓരോ മാതിരി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ നാതുട്ടി ഇങ്ങനെയാണ്. പിന്നെ കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ മക്കളൊക്കെ ആൾക്കൂട്ടത്തേക്കൊക്കെ പോയാൽ നല്ല കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു. ആ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ടിയാൽ മതി വിചാരിക്കും നമ്മൾ. പക്ഷെ നാതുട്ടിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അതാ ഓളെ കൊഞ്ചിരുന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയത്തെ ഒരു പരിപാടി നടക്കൂല പറഞ്ഞിട്ട് ഏട്ടൻ്റെ മടിയിലിരുത്തിയിട്ട് പോകാൻ പുറപ്പെടുകയാണ് ഞാൻ. അപ്പോൾ ഏട്ടനാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ പിടിക്കുന്നത് ഭയങ്കര പേടിയാണ്. നമുക്ക് 3 മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നും ഏട്ടൻ അങ്ങനെ തന്നെയായിരുന്നു. എടുക്കാനും പിടിക്കാനും ഒക്കെ ഭയങ്കര പേടിയാണ്. നമ്മൾ കാണിക്കുന്നുണ്ടായാലും ഇങ്ങനെ പറയൂ കേട്ടോ, അങ്ങനെ കാട്ടല്ലേ ഇങ്ങനെ കാട്ടല്ലേ എന്നുള്ളത് പറയും. ഓരാണെങ്കിൽ എത്ര സോഫ്റ്റ് ആയിട്ടാണെന്നറിയോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മൾ വാരി വലിച്ചെടുക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഓരോന്നും ചെയ്യുമല്ലോ. ഓൽക്ക് അതിനൊക്കെ പേടിയാണ്. പിന്നെ ഇതാ നാതുട്ടീൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചിടാൻ വേണ്ടിയിട്ട് മിന്നെ എടുത്തുകൊണ്ടുപോയി. എന്താ വെച്ചാൽ തിരുമ്പാതെ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ചൊറിച്ചിലും കാര്യങ്ങളും വന്നാലും വിചാരിച്ചിട്ട് അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഷീബ ചേച്ചി പെട്ടെന്ന് തന്നെ നമ്മളിൽ ഒരാളായി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലത്തെ ഒരാളായി മാറിയിട്ടുണ്ട്. എല്ലാ പണികളും എടുക്കാൻ ഒരു മടിയില്ലാതെ കൂടുന്നുണ്ട്. നമുക്കും തന്നെ മാറ്റി നിർത്താൻ തോന്നണില്ല. നമ്മളപ്പം കൂട്ടി നിൽക്കണവരൊരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ തോന്നൂലല്ലോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വേണ്ട എന്നുള്ളത് പറയില്ല. അപ്പോൾ നമ്മളപ്പോൾ കൂടാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞതൊന്നും ഒരു പണിയല്ലല്ലോ, ഇതൊക്കെ അല്ലേ രസം എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ ഓരോന്ന് ചെയ്യാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറേ ആളുണ്ടാവണം ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ അതേപോലെ തന്നെയാണ്, എനിക്കും കുറേ ആൾക്കാരുണ്ടാവണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ വെച്ചുണ്ടാക്കുക, കുറേ ആൾക്കാരുണ്ടാവുക, കുറേ പാത്രം കഴുകുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കേൾക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഭ്രാന്താണെന്നുള്ളത്. എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ഇഷ്ടമാണ് അടുക്കളയത്തെ പണികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക്. പിന്നെ ഇതാ പുറത്തമ്മ തീ കത്തിച്ച് ബിരിയാണീൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് ചോറിനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് ദമ്മിടാന്ന് വിചാരിച്ചിട്ടോ, ഊറ്റിയല്ല ചെയ്യണത്. അപ്പം ഇങ്ങനെയാകുമ്പോൾ എളുപ്പമാണ് പരിപാടി. അപ്പോൾ ഈ ഒരു അടുപ്പ് എനിക്ക് എൻ്റെ അനിയ ഉണ്ടാക്കി തന്നതാണ്. ഇവിടെ ഓനാണ് കേട്ടോ ഷീറ്റ് ഇട്ടത്. നമ്മൾ അടുക്കള ഭാഗം
മൊത്തം ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് കെട്ടിയതായിരുന്നില്ലേ, അതിപ്പോൾ ഷീറ്റ് ഇട്ടു കേട്ടോ മൊത്തത്തിൽ. നല്ല ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ കൂട്ടുകാരെ, ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നല്ലോ ഈ പ്ലാസ്റ്റിക് ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ചോറ് വെക്കുന്ന ആ ഒരു സ്ഥലം കണ്ടില്ലേ ഇപ്പോൾ, അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഷീറ്റ് ഇടണമെന്ന് വിചാരിച്ചിരുന്നു. അതും ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ഇനി എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതാ ഇന്ന് സർപ്രൈസായിട്ട് മാമയും അമ്മായി മോളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദുവിൻ്റെ പിറന്നാൾ ശരിക്കും കളറായെന്ന് തന്നെ പറയാം. അപ്പം എൻ്റെ മാമയും അമ്മായിയും മോളും കൂടിയാണ് കേട്ടോ സർപ്രൈസായിട്ട് വന്നിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ. പിന്നെ തറവാട്ടിൽ നിന്ന് ഇതാ കണ്ണനും കുഞ്ഞാറ്റയൊക്കെ എത്തിയിട്ടുണ്ട്. അവിടേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടി ഒന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ വിരുന്ന് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ വൈകുന്നേരം വരുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഓലൊന്നും ആരുമില്ല കേട്ടോ. പിന്നെ അമ്മായിയും മാമിയും മോളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓല് ഇവിടേക്ക് വരാണ്ടായ കാരണം നമ്മളെ നാദുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോല്. അപ്പോൾ നാദുട്ടിയൊക്കെ ഇവിടെയാണല്ലോ, വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരിങ്ങോട്ട് തിരിച്ചതാണ്. അങ്ങനെ എന്തായാലും ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വേഗം ഞാനും മിന്നും കൂടി വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ട്. വെള്ളം കലക്കിയതാ അമ്മായിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പണികളൊക്കെ ഏകദേശം ഒരുവിധം ഒരുങ്ങിയിട്ടോ. അടിക്കലും തുടക്കലൊക്കെ പിന്നെ ഓരോക്കെ വരുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിറന്നാൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ച് മാറ്റിയപ്പോഴാണ് നമുക്ക് കുറച്ച് ജഗപുക വന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതാ മാമേൻ്റെ കുട്ടിയാണത്, കുഞ്ഞാറ്റ. ഓക്ക് വെള്ളം കൊടുത്തു. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അമ്മ ഓളെത്തിയിട്ടില്ല. ഓക്ക് എക്സാം എന്തോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് പഠിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മൂന്നാമത്തെ മാമയാണേ. മാമയും അമ്മായിയും കുട്ടിയും കൂടിയാണ്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അമ്മായി ആണെങ്കിൽ നമ്മൾ പണിയിരിക്കുന്നിടത്ത് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, ആണുങ്ങൾ ഒരു ഭാഗത്തും പെണ്ണുങ്ങൾ ഒരു ഭാഗത്തും ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിട്ട് നിൽക്കുക. പിന്നെ എല്ലാം ഒരുങ്ങിയാലും എല്ലാവരും വട്ടത്തിലിരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. പിന്നെ അതാ ദമ്മിടുന്ന കാര്യമൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബിരിയാണീൻ്റെ കാര്യവും പറയേണ്ട, നമ്മൾ ഒരുപാട് റെസിപ്പികളായിട്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ വെക്കുന്ന രീതിക്ക് ഒരുപാട് ആൾക്കാർ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പറയലും ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അഭിപ്രായങ്ങൾ പറയുമ്പോൾ. അപ്പം നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി റൈസ് കൊണ്ട് മാത്രമല്ല, നമ്മളെ റേഷനരി വെച്ചിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കിയത് നമ്മളെ ചാനലിലുണ്ട്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ വീണ്ടും ചെയ്യണ്ട് കേട്ടോ. അപ്പോൾ 2-3 ലെയറായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. ഇരിക്കും തോറും തന്നെയാണ് ടേസ്റ്റ് കൂടുക. പിന്നെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാതെ വെച്ചത് കേട്ടോ. പിന്നെ മിന്നു അവിടെ കുട്ടീനെ ഉറക്കണുണ്ട്. ഓളോരോ പൂച്ചർക്ക് ഉറങ്ങി ഇങ്ങനെ എണീക്കും കേട്ടോ. പിന്നെ അതാ കുറേ സമയം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും. അതിനുശേഷം ഇതാക്കണം നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അമ്മായിക്കും മാമിക്കും ഒരുക്കൊക്കെ പോകാൻ ധൃതി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കണ്ണം ഇന്ന് ട്യൂഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിന് പോയതാണ്. പിന്നെ ഇതാ അമ്മായിയും മാമിയും വന്നപ്പോൾ നന്ദുവിന് ഇതാ സർപ്രൈസായിട്ട് കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പിറന്നാളാണെന്ന് അറിഞ്ഞപ്പോഴേ ഒരേതായാലും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ കേക്ക് വാങ്ങിയതാവും. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു വന്നെത്തിയത്. അപ്പം നമ്മൾ ഈ പിറന്നാളിൻ്റെ ദിവസമൊക്കെ പ്രതീക്ഷിക്കാതെ ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറയുന്നത് നല്ലതാന്ന് പറയണ കേൾക്കാട്ടോ. എത്രത്തോളം അതിൽ സത്യമാണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടോ അങ്ങനെ വരുന്നത് നല്ലതാണെന്നുള്ളത്. പിന്നെ കേക്കിൻ്റെ അടുത്ത് കൂടെ ഈച്ച ഇങ്ങനെ പോണത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഈച്ചേൻ്റെ ഒരു ടൈമാണ് ഇപ്പോൾ. എവിടെ നോക്കിയാലും ഈച്ചയാണ് കേട്ടോ. കടയിലൊക്കെ ഞാൻ ആ ഈച്ച പേപ്പർ വെക്കലാണ്. നമ്മളെ വീട്ടിലും നല്ല ഈച്ചയായിട്ടുണ്ട്. ഒന്നാമത് ചക്കേൻ്റെയും മാങ്ങേൻ്റെയും സീസണായി കഴിഞ്ഞാൽ നല്ല ഈച്ചയായിരിക്കും കേട്ടോ. അത് അറിയണവർക്ക് അറിയാം അതിൻ്റെത്. പിന്നെ ഇതാ ഒരു കൊണ്ടുവന്ന കേക്ക് ആദ്യം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടനും ഇവിടെ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു തരം കേക്കാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ സത്യത്തിൽ ഞാൻ മറന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. അപ്പം ഇന്ന് നന്ദുവിന് ശരിക്കും ഒരു ഇരട്ടി മധുരമുള്ള പിറന്നാളാണ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെയൊന്നും ആയിത്തീരുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ കൂടെ ഓരും കൂടി പങ്കെടുത്തപ്പോഴേ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കുകയാണേ. നമ്മൾ കുറേ സമയം കണ്ണനെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ അവനെ കാണാനില്ല. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി ഒരു കേക്കും കൂടി ഉണ്ടല്ലോ, ഓൻ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. നമ്മളെ നന്ദുവിന് ശരിക്കും വർഷത്തിലൊരു 2 തവണയെങ്കിലും മോൻ്റെ പിറന്നാൾ ആഘോഷിക്കണം എന്നാണ് കേട്ടോ ശരിക്കും ആഗ്രഹം. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പിന്നെ എന്നാ എൻ്റെ പിറന്നാൾ എന്നുള്ളത്. അതിപ്പോൾ ഇനി പിറന്നാൾ കഴിഞ്ഞാലും ഇനി ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും കേട്ടോ. അവനറിയില്ലല്ലോ വർഷത്തിലൊരു പ്രാവശ്യമുള്ളൂ എൻ്റെ പിറന്നാൾ എന്നുള്ളത്.
അപ്പോൾ എന്തായാലും കേക്കൊക്കെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതാണ് കേട്ടോ, വാച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവനത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അവൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ട് കേട്ടോ, അതിന് വലിയ കേടുപാടൊന്നുമില്ല. വാച്ച് അങ്ങനെ എപ്പോഴൊന്നും കെട്ടൊന്നുമില്ല, എന്നാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ബാക്കി കേക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ. വൈകുന്നേരം കുട്ടികൾ വരാണ്ട്, അതേപോലെ പിന്നെ നമ്മൾ കണ്ണനും എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ബാക്കി എല്ലാവർക്കും കൊടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് വിളമ്പി കേട്ടോ. കുറേ സമയം ഒരു കണ്ണനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓനാണെങ്കിൽ ക്ലാസ് വിട്ടിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുടുംബാടത്ത് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ മറന്നു പോയിരുന്നു. പിന്നെ ഓനും അറിയില്ലല്ലോ ഒന്ന് ഉച്ചയ്ക്കാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത്. രാവിലെ ഓൻ പോയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വൈകുന്നേരം ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നല്ലേ നമ്മൾ പ്ലാനിങ് മാറ്റിയത്. അപ്പോൾ ഏട്ടനും ചേച്ചിക്ക് ഒരുക്കാണെങ്കിലും കൂടാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് ആക്കിയതാണ്. എല്ലാവർക്കും ഒരു എന്താ കണ്ണ് കാണുന്ന സമയത്ത് തന്നെ നേരെ പിരിയാലോ എന്ന് വിചാരിച്ചിട്ട്, മറ്റേ രാത്രിയാകുമ്പോൾ റിസ്ക് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അതൊന്നും ഓൻ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ജസ്റ്റ് മാഷോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, അതും ഞാൻ മറന്നു പോയിട്ടോ തിരക്കിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ എന്തായാലും ഒരു ഫുഡ് കഴിക്കാനിരുന്ന് ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും ഇതാക്കണം നമ്മളെ കണ്ണൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൻ വന്ന് ഓൻ്റെ കൂട്ടുകാരനും കൂടി ഉണ്ട്. അപ്പോൾ ആ കുട്ടി പോകാൻ നിന്നപ്പോൾ നിഫ്ലിനെ കേട്ടോ ഓനെ കുറേ വിളിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും കയറി വന്നു. പിന്നെ ഏട്ടനും സച്ചമോനും എത്തിയിരുന്നില്ല. സച്ചമോനൊന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓര് വന്നിട്ടുള്ളത്. അപ്പോൾ ഓര് വന്നപ്പോഴേക്കും ഇതാക്കണേ അമ്മായി മാമയൊക്കെ പോകാൻ ഇറങ്ങുക കേട്ടോ. വലിയ മോള് വീട്ടിലുണ്ട്. അപ്പോൾ പിന്നെ ഓക്ക് കുറച്ച് ബിരിയാണിയും കൂടിയും കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനും സച്ചമോനും കൂടി വന്ന് കയറുന്ന സമയത്താണ് ഓര് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഓരിറങ്ങിയിട്ടുണ്ട്. ശരിക്കും അറിയാത്തവരെ കണ്ടാൽ നമ്മളെ ലെക്കി നന്നായിട്ട് കുരയ്ക്കലുണ്ട് കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, വാലാട്ടി കിടക്കുക തന്നെയാണ്. അങ്ങനെ ഒരു ഒച്ചയും വിളിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സച്ച് എക്സാം കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ അവനോട് കുറച്ച് വർത്താനങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടെന്ന് പരീക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ചോറിനേണ്ട സമയമായപ്പോഴേക്കാണ് ഓരെത്തിയിട്ടുള്ളത്. പിന്നെ മാമി അമ്മായിയൊക്കെ അതാ പോയി. അത് കഴിഞ്ഞ് നമ്മളെ കണ്ണൻ വന്നതല്ലേ, അപ്പോൾ പിന്നെ ഏട്ടൻ വാങ്ങിയിട്ടുള്ള ആ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ വാങ്ങിയത് എന്താ പറയുക, ഈ ഒരു ചോക്ലേറ്റ് പോലത്തെ കേക്കാണ് വാങ്ങിയത് കേട്ടോ. നമ്മളെ അനുമോക്ക് ഒരു കേക്കും കഴിക്കൂല, ഇങ്ങനത്തെ കേക്ക് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള കേക്ക് മാത്രമേ ഓള് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓക്കും കൂടി കഴിക്കാൻ പറ്റണത് വാങ്ങാമെന്ന് വെച്ചിട്ട് അതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. അവൻ്റെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് വീണ്ടും ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 2 കേക്കൊക്കെ കട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ കണ്ണൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഓന് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളെ നാതൊട്ടി ഇതാക്കണേ ഇവിടെ ഉണർന്നിട്ടുണ്ട്. ഓളിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും എന്താ കാണിക്കണേ എന്നുള്ളതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഓക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ശരിക്കും ആളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഫുഡൊക്കെ കഴിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ നാവുകൊണ്ടൊരു ആക്ഷൻ കാണിക്കലാണ് കേട്ടോ. ഓക്കും കൊതിയാവണ പോലെ. അപ്പോൾ ഓളെ മുന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ ശരിക്കും നമുക്കൊരു ഇടങ്ങേറാണ്, പറയാനറിയില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കേക്ക് കട്ട് ചെയ്യലും ബിരിയാണി കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണേ ആള് അടുത്ത കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ എല്ലാവരും കൊടുക്കുന്നത് വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളെ നാതൊട്ടിയും ഇന്നും കൂടിയും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു എന്താ പറയുക കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ആഘോഷിക്കുക. എന്താ വെച്ചാൽ പണ്ടെന്നു പറഞ്ഞാൽ ഈ പിറന്നാളും കാര്യങ്ങളൊന്നും അങ്ങനെ ആഘോഷിച്ചിരുന്നില്ലല്ലോ. ഇപ്പോൾ എന്തും നിസ്സാര കാര്യങ്ങൾ പോലും ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ആയിത്തീർന്നത് നമ്മൾ ഒരു കൊറോണയ്ക്ക് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മുന്നേ ഇത്ര ആഘോഷങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ നിസ്സാര കാര്യമാണെങ്കിലും നമ്മൾ എല്ലാവരും കൂടിയിട്ടൊന്ന് ആഘോഷിക്കും. പിന്നെ ഇതാ ഏട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സത്യത്തിലൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ. കുറേ ആയി പറയുന്നത് എനിക്കൊരു RC കാർ വേണം എന്നുള്ളത്. അപ്പോൾ അനിയം ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അവനൊന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ കേടുവന്നു കേട്ടോ. എല്ലാവരും കൂടെ കുട്ടികളെ കളിച്ചിട്ട് അത് പെട്ടെന്ന് കേടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അന്ന് മുതലേ ഉള്ളൊരാഗ്രഹമാണ്. അപ്പോൾ എന്തായാലും തലേ ദിവസം വാങ്ങിയിട്ടത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിരുന്നു. ആൾ കണ്ടിട്ടില്ല. കണ്ണനും ഏട്ടനും കൂടെ പോയിട്ടാണ് വാങ്ങിയതൊക്കെ. അപ്പം അങ്ങനെ ഇതാ ഓനിപ്പോൾ ഈ ഒരു സമയത്ത് സർപ്രൈസായിട്ട് കൊടുത്തതാണ്. അപ്പോൾ നല്ല സന്തോഷമായിട്ടോ. മറ്റുള്ള ഗിഫ്റ്റുകളെക്കാളും കൂടുതൽ ഓന് ഇഷ്ടമായത് ഈ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ കുറേ ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനമാണല്ലോ.
പിന്നെ അതാ വീട്ടിൽ നിന്ന് അമ്മയും മിന്നൊക്കെ കൊണ്ടുവന്നത് ചെരുപ്പ്, വെള്ളക്കുപ്പി, പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വള്ളി ചെരുപ്പാണ്. അപ്പോൾ എന്തായാലും ചെരുപ്പ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മഴ സമയത്തൊക്കെ വള്ളിച്ചെരുപ്പല്ലേ നല്ലത് വെച്ചിട്ട് ഓല ഈ ഒരു ചെരുപ്പ് കൊണ്ടുവന്നത്. പിന്നെ അത് അപ്പം തന്നെ ഒട്ട് നോക്കിയിട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു വലിപ്പക്കുറവുണ്ട്. പിന്നെ അത് മാറ്റിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഊരി വെച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ നോക്കിയിട്ട് അത് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൾക്ക് എന്തായാലും അത് കുറച്ചുകൂടി വലുപ്പം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ മുന്നിലേക്ക് വിരലുകളൊക്കെ പാടെ മുന്നിലേക്ക് നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ അതോന് ഇഷ്ടമായിട്ടില്ല. ഒന്നും കൂടി ബാക്കിലേക്ക് നിൽക്കണ്ടേ, അപ്പോഴല്ലേ നടക്കാനും ഇടാനൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളും പറഞ്ഞിട്ടോ ഒന്ന് അത് മാറ്റാന്നുള്ളത്. അങ്ങനെ അതാ അതേപോലെ തന്നെ പെട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബാക്കി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അമ്മായിയൊക്കെ നല്ല റിസൾട്ടാണ് പറഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ കടുമാങ്ങ അച്ചാറുണ്ട്, സലാഡുണ്ട്, ബിരിയാണി ഉണ്ട്. ഇനിയിപ്പോൾ സാദാ ചോറ് വേണ്ടവർക്ക് സാദാ ചോറും ഉണ്ട്. അപ്പോൾ കഞ്ഞി വേണ്ടിയിരുന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. കായും പയറൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു, മീൻ നന്നാക്കി വെച്ചിരുന്നു. ഇത് ഇനി ആവാൻ വൈകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കേണ്ടവർക്ക് കഞ്ഞി കുടിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതൊന്നും വേണ്ട കേട്ടോ. ബിരിയാണി ഇതാ എല്ലാവരും കൂടെ കൂടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ സച്ചമോനും നിഫ്ലിനും കണ്ണനും പാറും ഏട്ടനും മാവേട്ടനും എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അച്ഛനൊക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അതാ ഓല കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആക്കം പോലെ ഞാനൊന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങളപ്പോൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നന്ദു ഇതാക്കണേ ഹനുമോളെടുത്ത് അവിടെ കയറിയിരിക്കുന്നുണ്ട്. ഓന് എന്താ പറയുക ഭയങ്കര സന്തോഷം കേട്ടോ. ഓന് ആർസിക്കാർ കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അണക്കൊന്നും കിട്ടിയിട്ടില്ലല്ലേടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ശിവചേച്ചി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം ഇരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ശിവചേച്ചി പറയുന്നുണ്ട് എന്നത്തേക്കാളും കൂടുതൽ ഫുഡൊക്കെ കഴിച്ച് വർത്താനത്തിൽ കൂടെ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഏട്ടനും പാറും പോലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് കട തുറക്കണം എന്ന് പറയുന്നുണ്ട്. കടേൻ്റെ അടുത്ത് എന്തോ കല്യാണം എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതാ ശിവചേച്ചി വന്നപ്പോൾ അനുമോക്കൊരു മാല കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് ചേച്ചി മറന്നിരുന്നു. അപ്പോൾ ഇപ്പം എടുത്തു കൊടുത്തതാണ്. അനുമോക്കൊരു മാല കൊണ്ടുവന്നു. എല്ലാവർക്കും ഓരോന്ന് കൊണ്ടുവന്നിട്ടാണ് ആൾ വന്നത് കേട്ടോ. നല്ലോണം പൈസ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചി ഓരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടിരുന്നു. പണികളൊക്കെ ഒതുക്കി ആ സമയത്ത് ശിവചേച്ചിയും കൂടിയിട്ടോ. പിന്നെ ശിവചേച്ചിക്കും തന്നെ ഏട്ടനും മോനുള്ള കുറച്ച് ചോറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ശിവചേച്ചീനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ആൾക്ക് പോകാനൊന്നും ആഗ്രഹമല്ല. ഇനി കുറേ സമയം നിൽക്കാൻ കുറച്ചുകൂടി നേരത്തെ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോറുണ്ടിട്ടൊരു റെസ്റ്റിലാണ്. നാദുട്ടി അവിടെ കളിച്ച് കിടക്കുന്നുണ്ട്. അതിന് ചുറ്റും എല്ലാവരും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബസ് കയറാൻ വേണ്ടിയിട്ടുണ്ട് പോകുന്നതാണ്. പിന്നെ ശിവചേച്ചീൻ്റെ ബസ് കയറ്റി വന്നപ്പോഴേക്കും ഇതാക്കണം നന്ദു ഇവിടെ ആർസിക്കാർ കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ. അപ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണ സമയത്ത് സാധിച്ചു കൊടുക്കുക. അതുപോലെ പറ്റണ കാര്യങ്ങൾ കേട്ടോ. എല്ലാതൊന്നും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പറ്റണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതന്നെ ഉള്ളൂ. പിന്നെ കണ്ണം വന്നപ്പോൾ ഓന് ഡ്രോയിങ് ബുക്കും അതിലേക്കുള്ള പെൻസിലും അതുപോലെ കളറും ഒരുപാട് സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓന് സ്കൂൾ വിട്ട് വന്നപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് സമയമൊക്കെ കളിച്ചതിന് ശേഷം നാദുട്ടിയും അമ്മയും മിന്നും കൂടിയും പോവുകയാണ്. അപ്പോൾ ഇനി അനിയനോട് വരണ്ടാന്ന് പറഞ്ഞിട്ടോ. അവന് പനിയാണ്. അപ്പോൾ അവനോട് വരണ്ടാറിന് ഏട്ടനായിട്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പോകുന്നവരെ വലിയൊരു കളിയും ചിരിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കളിക്കുന്നുണ്ട്, ചിരിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ പോകാൻ ഇറങ്ങിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ പോലെ കൊണ്ടേക്ക് വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു കേട്ടോ, കാറിൽ കയറിയപ്പോൾ എന്തൊരു കൂക്കിയാർക്കലെന്നുള്ളത്. അപ്പോൾ ആളെ കണ്ടാലും ഒക്കെ വലിയൊരിതില്ല കേട്ടോ. ആൾക്കാരില്ലാത്ത സമയത്താണുള്ള പരിപാടികളൊക്കെ. പിന്നെ ഓല കൊണ്ടേക്ക് തിരിച്ചു വന്നു. മക്കളും പോയിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ ഇന്നത്തെ നന്ദുവിൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ കമൻറ്റിന് റീപ്ലൈ തരാൻ വൈകുന്നുണ്ടെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഓരോ തിരക്കുകൾ കാരണമാണ് അതിന് മറുപടി തരാൻ വൈകണത്. പക്ഷേ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും കമൻറ്റ് ഇടാതിരിക്കരുത്. നിങ്ങളെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴാണ് ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും വീഡിയോ ഇടാനുള്ള ആ ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും വരുന്നത് കേട്ടോ. ഒരിക്കലും ഇത് നിർത്താതെ വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു ആഗ്രഹം വീണ്ടും വരുന്നത് നിങ്ങളെ കമൻറ്റിലൂടെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്